ഇത് ശരിക്കും ഒരു ഹാപ്പി ന്യൂസാ. ആഹാ, അത്രയും വലിയ ഹാപ്പി ന്യൂസ് ആണെങ്കിൽ ഒന്ന് കേക്കട്ടെ. എന്താ സംഭവം? എന്റെ കൂട്ടുകാരില്ലേ സാനിയ? സാനിയക്ക് എന്താ പറ്റി? സാനിക്കൊന്നും പറ്റിയില്ല അമ്മേ. അവളുടെ വീട്ടിലൊരു സർപ്രൈസ് ഉണ്ട്. അവൾ ഇപ്പൊ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞതാ. ആ, എങ്കിൽ കേക്കട്ടെ. എന്തുവാ സാനിയുടെ വീട്ടിലെ സർപ്രൈസ്? സാനിക്കൊരു കുഞ്ഞനെയും ജനിച്ചു. ആഹാ, അമ്മേ, നമുക്ക് ആ കുഞ്ഞാവെ കാണാൻ പോവാം. അച്ഛാ, എനിക്ക് ആ കുഞ്ഞാവെ കാണാൻ കൊതിയായിട്ടാ. അതിന് കുഞ്ഞുവായിപ്പോ ആശുപത്രിയിലല്ലേ? അവർ ആശുപത്രിയിൽ തിരിച്ചു വരട്ടെ. അപ്പോ അച്ഛനും അമ്മയും കൂടി മോളെ കൊണ്ടുപോയി കുഞ്ഞാവെ കാണിക്കാം. അതുപോലെ അത് പോരാ, എനിക്കിപ്പ ആ കുഞ്ഞാവെ കാണണം. ആ കുഞ്ഞാവ സാനിയെ നോക്കി ചിരിച്ചു വന്ന്. ആര് പറഞ്ഞു? സാനി പറഞ്ഞതാ. അത് വെറുതെ പറഞ്ഞതാ മോളെ. കുഞ്ഞുങ്ങൾ അങ്ങനെ ജനിക്കുമ്പോ തന്നെ ഒന്നും ഉടനെ ചിരിക്കില്ല. അപ്പൊ പിന്നെ കുഞ്ഞാവ ചിരിച്ചു വന്ന് സാനി എന്നോട് കള്ളം പറഞ്ഞതാണോ? അത് സാനിയ മോളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. 2 ദിവസം കഴിയട്ടെ, നമുക്ക് കുഞ്ഞാവെ പോയി കാണാം കേട്ടോ. ശരിക്കും? എന്താ സംശയം? അച്ഛനും അമ്മയും മോളും ഒന്നിച്ചു പോയി കുഞ്ഞാവെ കാണാം. എന്നിട്ട് ആ കുഞ്ഞാവയ്ക്ക് നമ്മൾ ഒരുപാട് സമ്മാനവും വാങ്ങിച്ചു കൊടുക്കും. എന്ത് സമ്മാനം? നല്ല കുഞ്ഞുടുപ്പും കരിവളയും കൺമഷിയും ഒക്കെ മോളുടെ സമ്മാനമായിട്ട് നമുക്ക് കുഞ്ഞാവയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാം. പോരെ? മതി. അല്ലച്ചാ, എനിക്കൊരു സംശയം. ചോദിച്ചോ, എന്താ സംശയം? എനിക്കെപ്പോഴാ കുഞ്ഞനെ വരുന്നേ? എനിക്ക് നല്ലൊരു സുന്ദരൻ കുഞ്ഞനെ വേണം. പറയമ്മേ, എപ്പോഴാ അനിയൻ വരുന്നേ? അത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. മോളിപ്പോ അവിടെ ചെന്നിട്ട് ഡ്രോയിങ് ബുക്ക് എടുത്ത് കളർ ചെയ്യും. അച്ഛൻ പറഞ്ഞത് കേൾക്കുമോ? ചെല്ലു. രണ്ടുപേരിങ്ങനെ ഞങ്ങളുടെ മുഖത്തോട്ട് നോക്കാതെ ചമ്മിയിട്ട് ഒരു കാര്യമില്ല. ഗൗരിമോള് പറഞ്ഞ കാര്യം സത്യം തന്നെയല്ലേ? നീ നിന്ന്. എന്താ നിന്റെ അമ്മയുടെ ഉദ്ദേശം? ഗൗരിമോളെ കൊണ്ട് നീയും അമ്മയും കൂടി മനഃപൂർവ്വം അങ്ങനെ പറയിച്ചതാണ്. ഗോകുലെ, വെറുതെ ആവശ്യമില്ലാതെ ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്. ഗൗരിമോളുടെ കൂട്ടുകാരിക്ക് അനിയൻ ജനിച്ചത് അവള് വന്നു പറഞ്ഞു. അതിന് ഞങ്ങൾ എന്ത് വേണം? അവളുടെ കുഞ്ഞു മനസ്സിൽ കള്ളമില്ല. അതുകൊണ്ട് അവള് നിഷ്കളങ്കമായിട്ടൊരു ചോദ്യം ചോദിച്ചു. അതിനിപ്പോ ഞങ്ങളെന്ത് പിഴച്ചു? ഒരു തരത്തിൽ പറഞ്ഞ ഗൗരിമോൾ ആ സമയത്ത് അങ്ങനെ പറഞ്ഞത് നന്നായിന്നാ എനിക്ക് തോന്നുന്നേ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി സംസാരിക്കാൻ പറ്റിയല്ലോ. എന്ത് കാര്യം? ഇടി, നീയും അമ്മയും മനസ്സിൽ വിചാരിക്കുന്ന എന്തായാലും നടക്കാൻ പോകുന്നില്ല. അത് നടന്നില്ലെങ്കിലേ നഷ്ടം സംഭവിക്കുന്നത് നിന്റെ ജീവിതത്തിന് തന്നെയാ. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ ഓർമ്മ തിരിച്ചു കിട്ടുമ്പോ അവൾ അവളുടെ പാട്ടിന് പോയെന്ന് വരും. ടീച്ചറെ, വേണ്ട. ഇതിനെക്കുറിച്ചുള്ള സംസാരം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. തൽക്കാലം ഞങ്ങള് രണ്ടാമതൊരു കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. ഓർമ്മ തിരിച്ചു വരുമ്പോ സ്വന്തം കുഞ്ഞല്ല ഗൗരിമോളെന്ന് അവള് തിരിച്ചറിയില്ലേ? ആ സമയത്ത് അവൾക്ക് ഗൗരിമോളോടുള്ള സ്നേഹം കുറഞ്ഞുപോയേ? നിന്നെയും ഗൗരിമോളെ ഉപേക്ഷിച്ച് അവള് പഴയ ജീവിതം അന്വേഷിച്ചു പോകില്ലെന്ന് നിനക്കെന്തെങ്കിലും ഉറപ്പുണ്ടോ? അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോ ചിന്തിക്കുന്നില്ല. ചിന്തിക്കണം. അമ്മയും ഞാനും കൂടി അവളോട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യം? ഗൗരിമോൾക്ക് ഒരു അനിയനോ അനിയത്തിയോ ഉടനെ തന്നെ വേണമെന്നുള്ള കാര്യം. ഏകദേശം അവള് സമ്മതിച്ച മട്ടാ. അങ്ങനെ അവള് നിങ്ങളോട് പറഞ്ഞോ? അങ്ങനെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. എന്നാലും കാര്യങ്ങളൊക്കെ അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇനി നിന്റെ കയ്യിലാ. ഇതിൽ കൂടുതലൊന്നും പറഞ്ഞുതരാൻ എന്നെ കൊണ്ട് പറ്റില്ല.
ഗോകുലെ, അവസരത്തിനനുസരിച്ച് പ്രവർത്തിച്ച ജീവിതത്തിൽ എന്നും സമൃദ്ധ കൂടെ ഉണ്ടാവും. ഇല്ലെങ്കിലേ അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാ പിന്നെ നീയും മോളും ഒറ്റയ്ക്കാവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എടി അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ. ജീവിതം നീ വിചാരിക്കുന്ന പോലെ നമ്മൾ വരയ്ക്കുന്ന മാപ്പ് നോക്കിയല്ല സഞ്ചരിക്കുന്നത്. അതിന് അതിൻ്റെതായ വഴികളുണ്ട്. ആ വഴിയിൽ എന്തായാലും നമ്മൾ പോയേ പറ്റൂ. ചിലപ്പോ നമ്മുടെ എന്ന് കരുതുന്നതെല്ലാം ഏതു സമയത്തും നഷ്ടപ്പെട്ടെന്ന് വരാം. ഗോകുൽ എന്തൊക്കെയാ ഈ പറയുന്നത്? സമൃദ്ധിയും നീയും കുഞ്ഞും ഒരുമിച്ചുള്ളൊരു ജീവിതത്തിന് വേണ്ടിയാ ഞാനും അമ്മയും ഈ പറയുന്നതൊക്കെ. നിങ്ങൾ പറയുന്നതും കാണുന്നതും മാത്രമല്ല എന്റെ ജീവിതം. അതിനുമപ്പുറം ഒരുപാട് കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. മുന്നോട്ടുള്ള എന്റെ ജീവിതം എന്ത് തന്നെയായാലും അത് ഞാൻ സ്വീകരിക്കും. എന്ത് നഷ്ടവും സഹിക്കും. ഈ കേസിൽ എന്റെ കക്ഷി ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അതിനുള്ള എല്ലാ തെളിവുകളും ഞാൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. വിശപ്പ് സഹിക്കാൻ വയ്യാതെയാണ് എന്റെ കക്ഷി സ്ട്രോബെറി ഐസ്ക്രീം മോഷ്ടിച്ചത്. അത് ഇത്രയ്ക്ക് വലിയ കുറ്റമാണോ? ഒരു സ്ട്രോബെറി ഐസ്ക്രീം കഴിച്ചതിനാണ് ഈ പാവത്തിനെ കടക്കാരൻ തല്ലിയത്. ഇതൊരു കള്ളക്കേസാണ്. അതുകൊണ്ട് ഒരു ഐസ്ക്രീം എടുത്ത് കഴിച്ചതിന്റെ പേരിൽ ഈ പാവത്തിനെ തല്ലിയ കടക്കാരന്റെ പേരിൽ കേസെടുക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. കൊള്ളാം, വക്കീലിന്റെ വാദം അസലായിട്ടുണ്ട്.